ഹലോ, ഭയങ്കര ചൂടാണല്ലേ? അപ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഈ വേനൽക്കാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ നമുക്കൊരു 5 ഡൂസ് നോക്കാം, അത് ഫോളോ ചെയ്യാം. ഫസ്റ്റ് വൺ, ഹൈഡ്രേറ്റ് യുവർ ബോഡി. കണക്കുകൾ പ്രകാരം ഏകദേശം 25 കിലോഗ്രാം ബോഡി വെയ്റ്റുള്ള ഒരാളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളം വേണ്ടി വരും. സോ അത് മസ്റ്റായിട്ടും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചൂടുകാലമാണ്, നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കൂടെ കരുതുക, അത് മറന്നു പോകണ്ട. ദാഹിക്കുമ്പോൾ വേണമെങ്കിൽ വെള്ളം വാങ്ങിക്കുക അല്ലേ, പക്ഷേ വെള്ളം മാത്രമല്ലല്ലോ അതിനെ കൂടെ കിട്ടുന്നത്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ. സോ നമുക്ക് പ്രകൃതിയെ കൂടെ കുറച്ചൊന്ന് കൺസിഡർ ചെയ്യാം. ഒരു ബോട്ടിൽ വെള്ളം നമ്മുടെ കയ്യിൽ കരുതിയാൽ നമ്മുടെ ദാഹവും തീരും, പ്രകൃതിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതല്ലേ നല്ലത്. ഇനി സെക്കൻഡ് പോയിന്റ്, കൺസ്യൂം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡി നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നെ ഇതിൽ ധാരാളമായി ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് ഈ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു പ്രശ്നം ഒഴിവാക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വെള്ളരിക്ക, കുമ്പളങ്ങ, കക്കിരിക്ക തുടങ്ങിയ വെജിറ്റബിൾസ്, അതുപോലെ ഓറഞ്ച്, തണ്ണിമത്തൻ, അതുപോലെയുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങളുടെ ഫുഡിൻ്റെ ഭാഗമാക്കുക. അടുത്ത പോയിന്റ്, അവോയ്ഡ് ഓയിലി ആൻഡ് സ്പൈസി ഫുഡ്. ഭയങ്കര ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഈ ബേക്കറി ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ ഫിഷ് ഫ്രൈഡ് ഐറ്റംസ് എന്താണെങ്കിലും, പിന്നെ ഈ ഹെവി ബിരിയാണി, ഇതൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അതൊക്കെ ഈ വേനൽക്കാലത്ത് കുറച്ചൊന്ന് കുറക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഹെവി മീൽസ് ഒഴിവാക്കുക, കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. ഈ ഓയിലി ആൻഡ് സ്പൈസി ഫുഡൊക്കെ ഹെവി ആയിട്ട് വയറ് നിറയെ അങ്ങോട്ട് കഴിച്ചാൽ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അത്തരം കണ്ടീഷൻസ് ഒഴിവാക്കുക. ഫോർത്ത് പോയിന്റ്, വെയർ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ്. നല്ല ലൈറ്റായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലാതെ ഈ ടൈറ്റായിട്ടുള്ള ഈ പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. നമ്മുടെ ബോഡിക്ക് ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. സോ നല്ല ലൈറ്റായിട്ടുള്ള കോട്ടൺ, പോറസ്, നല്ല ഫാബ്രിക് യൂസ് ചെയ്യുക. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ടേക്ക് ബാത്ത് ട്വൈസ് ഡെയിലി. ദിവസം 2 നേരം കുളിക്കുക, ഒന്ന് മോർണിംഗ്, പിന്നൊന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ. ഇത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഈ 5 കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. ഈ വേനൽക്കാലം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കടന്നു പോവാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.